അങ്ങനെ നമ്മള് അങ്ങനെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മള് ഇപ്പോ ഈ ഒരു റിസോർട്ടിലെത്തി. അതായത് കക്കാടംപൊയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഈ ഒരു കാഴ്ചകൾ കണ്ടുവരും. എങ്ങനെ പോണേ കക്കാടംപൊയില്? കുഞ്ഞു പറ ഒരു ചായ ഇട്ടോ. ഇത് പാക്കേജ് അല്ല, നമ്മൾ നേരെ പോവാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെയാണ് കുഞ്ഞോ? ഇജ്ജ് എവിടെയായിരുന്നു? അല്ലടാ, എന്നെ കാണില്ലല്ലോ. യാത്ര എന്റെ പോണ നമ്മള് നമ്മള് കക്കാടംപൊയിൽ. സത്യത്തില് കക്കാടംപൊയിൽ നമുക്ക് പോകാനുള്ള പ്ലാന്. അപ്പോൾ നമ്മളെ പ്ലാൻ ഇനി നേരെ പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ നിലമ്പൂർ മറ്റേ എവിടെ കയറിയേക്കാണ്, ഇവിടെ നിലമ്പൂർ ഒരു മാളിൽ കയറിയേക്കാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ, ഉള്ളി, സാമ്പാർ എന്താ ഉണ്ടാക്കണം നമ്മൾ? ചിക്കൻ കറി, നെയ്ച്ചോറ്. നമുക്ക് പൂളിയും ചിക്കൻ ആക്കിയാലോ? സാധനം വാങ്ങ കേട്ടോ. ചന്തി പോണ ഇങ്ങനെ വിടാൻ പാടില്ല. വാങ്ങണോ? അവിടെ കവറ് പൊടിയാണ്. സംഭവം നെയ്ച്ചോറ ബിരിയാണി അല്ലെ വെറും ചോറും ചിക്കൻ കറി ആക്കിയാലോ? ഇപ്പൊ പാടൂല. ഇവിടെ അല്ല തീരുമാനിച്ചോ? നെച്ചോറിച്ച് മസാലകളിലാണ്. തീരുമാനമായോ? നെയ്ച്ചോറാണോ ബിരിയാണിയാണോ തീരുമാനമായിട്ടില്ല. പാളി കഴിഞ്ഞാല് അല്ല ഇതിപ്പോ ആകെ ഡേ സുഹൃത്തുക്കളെ എന്നോട് ആ എടുത്തിട്ടോ. ഇനി ഇതും വാങ്ങണം. ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അഥവാ ലൂസ് മോഷനായി കഴിഞ്ഞാൽ മീഷൻ കഴിഞ്ഞാൽ ബില്ലാക്കാനാണ് പണി. നമ്മളെത്രാമത്താ? നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. രണ്ടെണ്ണം ബൂർച്ചയാണോ ബാർബിക്കാനോ? കള്ളല്ലേ പുറംപോയാ? മീനും വാങ്ങേണ്ട സുഹൃത്തുക്കളെ. ചെമീൻ, നമ്മളെ പഴയ ചെമീൻ. ലാസ്റ്റ് കോഴി ചിക്കനൊക്കെ വാങ്ങിക്കണോ? സാധനങ്ങളൊക്കെ വാങ്ങി ഫുള്ള് ഇവിടെ ഉണ്ട്. മുന്നോക്കെ പോട്ടെ 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 പോകും തട്ടുമ്പോൾ നിൽക്കും.
എന്താണ് പുതിയ പദ്ധതിയിലുണ്ട് വണ്ടിക്ക് കണ്ടീഷൻ അല്ലേ? വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ ആണ്. ബ്രേക്കില്ലല്ലോ, ബ്രേക്കില്ല. നിസ്കരിക്കാൻ പോന്നാ? ഞാൻ മാമുക അല്ല ഇവിടെ അല്ല, അവിടെ ഉണ്ട് പള്ളി. പള്ളി ഇരുത്തിട്ടോ. പന്നാലാൻ ആവശ്യമില്ല. കുഞ്ഞു സുഖല്ലേ? അടിപൊളിയല്ലേ? റീച്ചുണ്ടോ? റീച്ച് ഉണ്ടാക്കാനൊരു അടിപൊളി പരിപാടിയാണ്. ഇൻട്രോവേർട്ടാണ് നിസാമ്. അത് നിസ്കരിക്കണം. നിലമ്പൂർ കാട്ടിലൂടെ നമ്മൾ പോകുന്നുണ്ടോ? നിലമ്പൂർ കാട്ടിലൂടെ കോഴിക്കോട് ഫുൾ കാട്, കടുവ, പുലി, ആന, എന്തു പറയാം. നമ്മൾ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ കക്കാടംപൊയിലെത്തി. കക്കാടംപൊയിൽ ടൗണല്ല, എവിടെ എത്തി. ഇവിടുത്തെ റൂംസിൻ്റെയും കാര്യങ്ങളൊക്കെ ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. ക്യാമറ എടുക്കുന്നത് അച്ഛൻ. എപ്പോൾ വരാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മിസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സെറ്റല്ലേ? ഇതാണ് നമ്മളെ റൂംസ്. കുലുക്കുണ്ടോ ബെഡ്? ഇതാരാ ബാത്റൂം. ചിക്കൻ ബനാന, ചിക്കൻ ബനാന. അല്ല കുക്കാരാ? അപ്പോൾ ആണ് നമ്മളെ റിസോർട്ട്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യാറ് ഇന്നുണ്ടായ പ്ലാനാണ്. ഓക്കെ, നല്ല രീതിയിലുള്ള ഫോഗ് ഉണ്ട് കേട്ടോ. കറക്റ്റ് ഇങ്ങോട്ടെന്താ പറയാ? ഇങ്ങോട്ടെന്താ കറക്റ്റ് പറയാം? അതല്ല, ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ താഴെ കക്കാടോ. ഈ റിസോർട്ടിലാണ് തോന്നുന്നത്. അതാണ് നമ്മളെ ചെക്കൻ. ഈ പോവാ ഗേറ്റ് അടക്കാം. അപ്പോൾ നമ്മളെ റൂംസും സംഭവങ്ങളൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കന്മാർ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൂമിൻ്റെ ഫോട്ടോസൊന്നും കണ്ടില്ലേ? പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഹൗസ് സെറ്റപ്പാണ്. ഒരു പുലിയൊക്കെ ഇറങ്ങുമെന്ന് വെച്ചിട്ട് തോന്നുന്നു. ഇതേപോലെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ദുരൂഹതകളാണല്ലോ. പിന്നെ ഇവിടെ സ്വിമ്മിങ് പൂൾ. ഇതാണ് നമ്മളെ പൂൾ. പിന്നെ ഇവിടെ വാഷ്റൂം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മുകളിൽ ആ ഒരു റിസോർട്ടിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ഡോർമെട്രി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് കാടാണ്. അതിലൊന്നും നമ്മൾ പോയതുകൊണ്ട് അഡ്രസ്സ് കാണിക്കുന്നില്ല. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ കൊണ്ട് വരാം കേട്ടോ. വീഡിയോ കൊണ്ട് വരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യണമല്ല, അങ്ങനെ പറയുന്നത്. അല്ലാതെ വീഡിയോ പോയി കട്ടാക്കിയിട്ടില്ല. ഒന്നുമില്ല, തെറ്റിദ്ധരിക്കരുത്. ഒന്നുമില്ല, നമ്മൾ കഞ്ചിക്ക് നിൽക്കുന്നതൊക്കെ മതി അല്ലേ? അല്ലാതെ കുക്ക് സംഭവം ഞാൻ നല്ല കുക്കാണ്. പക്ഷെ നിസാമിന് എന്താ വെച്ച് കഴിഞ്ഞാൽ പൂതിയാണ്. അല്ല, ഞാൻ സത്യത്തിൽ എക്സ്പെർട്ടാണ്. ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നിസാമിന് ഞാൻ എപ്പോഴും പറയും നിസാമിന് ഉണ്ടാക്കണം. അപ്പോൾ കരിവേപ്പിൻ്റെ വെറുതെ വാങ്ങി അല്ലേ? കരിവേപ്പിൻ്റെ ഇവിടെ ഉണ്ട്. നാടൻ കരിവേപ്പിൻ്റെ ഇവിടുത്തെ കിട്ടും. പുതിയ കാക്കണേ പക്ഷെ കുഴപ്പമില്ല. ഉണ്ട്, അണ്ടിവരെ മുന്തിരി ഉണ്ട് ഇതിൽ ചെറുത്. സൽമ പെട്ടെന്ന് ആക്കേ. അൻസോടെ ഒരാളെ കാണാനല്ല, മറ്റേ ദീപമാരി 12th മാനില്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ഇനി നമ്മളെ കുക്കിംഗ് ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ആദ്യമായിട്ട് ആളുകൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും. കുറെ ബുദ്ധിമുട്ടിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമ്മളെ സൂട്ടിടാം. മഷ്റൂം കുഴപ്പമൊന്നുമില്ല. ബ്ലോഗ് പണിയെടുക്കാതെ ചായ അടിച്ചിരിക്കണമെങ്കിൽ അവിടെ ഇതാ പെട്ടെന്നാക്കിട്ടോ. ഉള്ളി അരിയണം. ഇത് ബാക്കി പറയാൻ സൽമാനെ അല്ല സൽമാനെ കാറ്റിൽ പെട്ട് ഉള്ളി ഇത് പാളി ഉള്ളിയാണ്. ഇരിക്കണ്ടോ? ആ പുള്ളിയോ അപ്പൊ പണ്ടാരിയാണ് സംഭവം എന്താ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. ഇതെവിടെ ഞാൻ എടുത്തെടുത്തോ? എടുത്തെടുത്തോ? ഇതെന്താ ഇത് കള്ളല്ലോ നിങ്ങളെ മദ്യപാനിയാണ്. മദ്യപാനി സോഡ അതൊന്നും കുടിച്ചിട്ട് അവിടെ എന്തൊക്കെയാ വേണ്ടത്? അത് കാണിച്ചു കൊടുക്കും. അവിടെ കാണിച്ചു കൊടുക്കും. അത് ചോപ്പ് കളറുണ്ടായിട്ടാണ്. കളർ ഇട്ടിക്കണോ? ഇടായിട്ടാണ് ഇട്ടിക്കണോന്ന്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വെച്ചിട്ടേ അരിപ്പൊടി എന്തെങ്കിലും ക്രിസ്മസ് നമ്മള് വിട്ടിക്ക്. അപ്പൊ ചട്ടിയോ? ചട്ടി ചട്ടി അടുപ്പത്തേ തൈര് ഉണ്ടാക്കുന്നത്. അപ്പത് മുളക് സൽമാൻ കറി ഉണ്ടാക്കി പെടുന്നുണ്ട്. അതിൽ ആവശ്യം ഞാൻ വിളിച്ചോ കേട്ടോ. അപ്പോ ഉണ്ടാക്കുന്നതെങ്കിൽ 2 സ്പൂൺ ഉപ്പിടുക. പിന്നെ വെക്കുക. ഈ നൈസായിട്ട് ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യാം? ഓൾറെഡി നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല സർലാസ് അതായത് തൈര്. അതെ, നല്ല തൈര് ഇങ്ങനെ സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല നേക്കുണ്ട്. മതി. അപ്പൊ നമ്മൾ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ സൂപ്പർ വീഡിയോയിലാണ്. സൂപ്പർ അതെ നാരങ്ങ തൈര് ഒരു കോട്ട ഉപ്പിട്ട 2 ബാഗ് തൈര് കരിമ്പൊടിയാണ്. അത് ഒരു ബാഗ് വെറുതെ കിടക്കണേ. അത് എടുത്തിട്ടാണ് നായി. എന്തല്ല ചങ്ങായി പോലെയത് സംഭവം തരുമോ? ഇവിടെ ചിക്കൻ പൊരിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇതേപോലെ ഓരോ ആരും കാണില്ല, ഓരോരിടത്ത് പോവാണ്. ഇതേപോലെ തന്നെ ഒരു പീസ് എടുത്ത് പോവാം. കളിൻ്റെ ഓട്ടം കുറച്ചുകൂടി പുള്ളി ഇതെന്താണ്? ലസ്സി കുടിച്ചോ? തൂറ്റിലാണ് കൂട്ടോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്.
കുറച്ച് ഇതുണ്ടോ മറ്റേ എന്തെങ്കിലും പറയാം അല്ലടാ കരിയേപ്പിൻ്റെ ഇടാം ഇതൊന്നുണ്ടാവില്ലേ ഇപ്പോൾ ഇത് നെയ്ച്ചോറ്റിക്കില്ലേ ഇനി ചോറ് ഇവിടെ വെള്ളം ഫ്രിഡ്ജിലുണ്ട് ഫ്രിഡ്ജ് ഇവിടെ എന്താണ് ഇവിടെ ഉണ്ട് ഇത് ഈ ഒരു സാധനം വലിയ വെച്ചല്ല കേട്ടോ റിസോർട്ട് പോരാ ചെമ്മീണ് ആ ഇവിടെയൊക്കെ വില്ലകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇത് കോമൺ ബാത്റൂം കളിക്കാനുള്ള ഏരിയ കുട്ടികൾക്ക് അല്ലേ കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് വന്നല്ലാത്തോണ്ടേ നമ്മൾ അവിടുന്ന് നമ്മൾ കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടുന്ന് കെയർ ചെയ്താണ് നമ്മളിപ്പോൾ ഇറങ്ങി 5 മണിക്കോ 5:30 ഓർക്കാപ്പുളിയോ വിനാഗിരിയാണ് തൂറ്റിലെടുക്കോ അതതിനല്ല അത് അരി ഒഴിച്ചിട്ടുണ്ടാവുന്നേ അരി വേറിട്ട് കിട്ടും ആണോ ഈ ഡയലോഗ് വേറെ കിട്ടിയോ ആ ആ കറി കോളാക്കിയാണ് കളപ്പാണ് ഇവൻ ഈ ഭാഗത്ത് നല്ല പ്രശ്നം കറിക്ക് കുറച്ച് തൈരിട്ടണേക്കെ കിടണം തൈര് മൊത്തം 2 പാക്കറ്റ് തൈര് 2 പേരുടെ തൈര് കൊളാക്കി കിടക്കണമെങ്കിൽ ഉപ്പ് കറി സുഹൃത്തുക്കളെ ഉപ്പ് കറി അപ്പൊ തൈര് ഒഴിവാക്കി ചിക്കന് മാരിനേറ്റ് ചെയ്തു പൊരിച്ചാണ് അത് അവിടെ കൊണ്ടുപോയി വൃത്തിയിലെടുക്കാതെ എന്താ പപ്പടം പൊരിച്ചല്ല ഹോട്ടൽ തുടങ്ങിയാണോ ഇറച്ചിപ്പും മുളകുണ്ടാക്കി ഹോട്ടല് കൊക്കു കൊക്കു ഇറച്ചിക്ക് രസം ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനത്തെ 2-3 സാധനം മാത്രം ഉണ്ട് പൊരിച്ച് പൊട്ടറം കൊണ്ട് ഹോട്ടലോ നെഞ്ഞിട്ട അല്ലോ പപ്പടം പൊടുത്തു അടിപൊളി പപ്പടം പൊരിച്ചാൽ പപ്പടം പൊരിച്ചാൽ ചോറ് ചോറ് കാണിച്ചിരിക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചോറുണ്ട് ഇവിടെ ചോറിനായിട്ട് നല്ല സ്മെല്ല് രസം നല്ല സ്മെല്ലുണ്ട് ഇതിവിടെ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ മണ്ണൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ പപ്പടം ഉണ്ട് അവിടെ പപ്പടം അടിക്കുന്ന എനിക്കൊരു പപ്പടം മതി എന്നാ പപ്പടം ഇട് രണ്ടെടുത്തോ പപ്പടം നേരത്തെ ഇറങ്ങിയ ഉള്ളി മാത്രം ഉള്ളി മാത്രല്ലേ അത് സ്പൂൺ ഉണ്ടേ സ്പൂൺ ഉണ്ട് ഞാൻ ആ ആരെ ക്യാരറ്റ് ഇട്ടേ അത് ഞാൻ അറിയില്ല കേട്ടോ അതിൻ്റെ ഉത്തരം പിന്നെ ഇത് രാവിലെ വേണം ചായക്കടി ഇപ്പോഴും ഫ്രീ ഇല്ല നല്ല ചിക്കൻ പൊരി നല്ല ബ്രെഡാണ് ചിക്കന് പൂത്താങ്കിരി പൊരിച്ച് അപ്പോൾ നമ്മൾ സീറ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റുന്നുണ്ട് ചിക്കന് ചിക്കൻ ഇതിക്ക് എടുത്തേക്കട്ടെ അല്ലെങ്കിൽ അത് കറി എടുത്തു നല്ല ഗ്രേവി ഒറ്റുണ്ട് ഗ്രേവി എടുക്കട്ടെ ചിക്കൻ നോക്കി നല്ല ഗ്രേവിയില്ല ചിക്കൻ പിന്നെ കുറച്ച് തൈര് ഉണ്ടോ ഇത് പിടിച്ച് പൊന്നാർ ഷെഫീക്കെ ഓക്കെ ഒരുണ്ട്
കുറച്ച് തൈര് ആ അത് പിടിച്ചു അപ്പോൾ നമ്മുടെ ഭക്ഷണം ഇവിടെ കഴിക്കൽ പുരോഗമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഭക്ഷണം ഫുൾ ബാക്കി, അതായത് 2 റൗണ്ട് ചിക്കന് മുന്നേ തിന്നിനു, അതുകൊണ്ട് ബാക്കിയതാണ്. ഇനി രാവിലെ ഇത് കൂട്ടാം, രാവിലെ ചായക്കടി കൂട്ടാം. പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നിരുന്ന ചായ ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, അത് പ്രോപ്പർട്ടിയാണിത്. ഇനി സ്വിമ്മിങ് പൂളിലേക്ക് ചാടണം, കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാം. നമ്മൾ രാവിലെ നമ്മൾ ചിക്കൻ പൊരിയൊക്കെ പഴുതിയിട്ട് ചിക്കൻ ചൂടാക്കി നെയ്ച്ചോറുണ്ട്. ഇത് നമ്മൾ നേരെ ഇവിടുന്ന് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ചക്കന്മാരൊക്കെ എല്ലാവരും ഉണ്ട്. നമ്മൾ നേരെ ഇത് ഉണ്ടാക്കിയിട്ട് പൂളിൽ ചാടാൻ വേണ്ടി പോകുന്നു. അങ്ങനെയാണ് പൂള്, ഇതിനപ്പുറത്ത്. അപ്പോൾ പിന്നെ നൈസായിട്ട് ഇങ്ങനെ ചിക്കൻ കറി പാവും. ഓക്കെ, ചാടല്ലേ? പൂളിലേക്ക് ഓക്കെ, എന്നാ വരി ഉണ്ട്. സ്മെല്ല് കണ്ടു പോ. ഓ അതെ, ആ കറി ടോപ്പ് ചെയ്തെന്നൊക്കെ ഇന്നൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നൈക്ക് എല്ലാവർക്കും തിന്നിറങ്ങുക, തിന്നണ്ടായിരുന്നു. തിന്നിട്ട് ഇറങ്ങാം. കുളിച്ചിട്ട് പൂളി ചാടിയിട്ട് ക്ഷീണിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കഴിക്കാം. ഒന്ന് നേക്കയില്ലേ, അത് ഇന്നൊക്കെ ഇജ്ജുണ്ടാക്കിയല്ലേ, അപ്പൊ ഞാൻ പോയി ഉണ്ടാക്കിയാണ്. ആ ഇത് ഞാൻ ആ തൈര് ഫുള്ള് ഇന്നലെ കൊളായി പറഞ്ഞ ഫുൾ ചീത്ത. ആ തൈര് ഫുള്ള് എന്ത് ഞാൻ സെറ്റ് ചെയ്തു. എടുക്കാ ഈ ചക്കനാണ് ചാടിയിട്ട് പേടിച്ചിട്ടോ. ഇവിടെ നിന്നാ ഞാൻ എവിടെ നിൽക്കും. ഓണീസിലുണ്ടോ? ഞാനിങ്ങനെ അറിയാത്ത പോലെ അയ്യോ ആയിട്ടില്ല, ജയിലിങ്ങനെ നടന്നു പോവാ. അടുത്തതായി കുഞ്ഞു ഡൈവ് ചെയ്യുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓന് വരുത്താവില്ലടാ അല്ലടോ. ആ ആയിട്ടോ, ഇത് കൈഫായാൽ മതി. കൈഫ് റെഡി. ആ ചാടലിലാണ് കൊളത്തുക. എങ്ങനെ വിട്ടോ അച്ഛാ. ഇത് സൽമാന്റെ പിന്നാലെ ചെല്ലേ, സൽമാനെ മുന്നിക്കല്ലേ. നോർമൽ കോച്ചിലുണ്ട്. എന്തായി അങ്ങനെയാണ് നമ്മളെ ഡൽഹിയൊക്കെയാണ് വലുത്. ഭക്ത വളരെ മോശമാണ്. അപ്പൊ നമ്മള് നേരെ നമ്മളെ പരിപാടി കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇറങ്ങി. സംഭവം റിസോർട്ട് പ്രത്യേകിച്ചില്ല. ബാക്കിത്തെ സീറ്റ് ചെങ്ങായി മണ്ണിൽ മുന്നിൽ കയറി, ഞാനാണ് ബാക്കിൽ നിന്ന് ഛർദ്ദിച്ചു. അതാണ് വിഷയം. അങ്ങനെ നമ്മൾ പൂളും കുളിയും കാര്യം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി.
ഇവിടെ ഒരു ഓഫ് റോഡ് ഉണ്ടാണ് ഇങ്ങനെ പോകണം. ഫുള്ള് ഓഫ് റോഡാണ്. ഡേഞ്ചർ സോൺ. റോഡൊക്കെ ചെറിയ റോഡും അത് ഫുള്ള് കാട കാണുന്നു. നമ്മൾ വണ്ടി തിരിച്ചു. അങ്ങനെ ഒരു അഡ്വഞ്ചറിലാണ് ഇപ്പൊ സുഹൃത്തുക്കളെ ഉള്ളത്. ഇമ്മേ മറ്റേ ചന്ദ്രജാലിരിക്കണ മാതിരി. അവിടെ എല്ലാരോ നോക്കി മറ്റെത്തുണ്ട് കേട്ടോ. ഫുള്ള് അന്റെ തല അപ്പം നേക്കാട്ടോ. ഇരുത്ത വലിയ സുഖല്ല. അപ്പൊ അങ്ങനെ മല ഇറങ്ങി അങ്ങ് താഴ്ത്തി. അപ്പൊ നമ്മൾ തൂങ്ങി ഇതിന്റെ അടിക്കൊക്കെ നമ്മള് അട്ടക്കപ്പായം കണ്ടപ്പോൾ അട്ടക്കപ്പായം പറിച്ചാൻ വേണ്ടി വന്നാണ്ട് പേരക്കാം. യോ എന്താ നോക്കാം. കിട്ടി ആനിറങ്ങുന്ന ഏരിയ കേട്ടോ. കാട് കൊടുങ്കാട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ നേരെ ഇനി നിലമ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് എസ് വളവിലെത്തി. നല്ല രണ്ട് കിളികളൊക്കെ മഞ്ഞക്കിളി പോന്നാ ഇസാമടെ. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നല്ലോണം പൈസ ഉണ്ട്. പോയോക്കട്ടെ. അപ്പൊ നമ്മള് നിലമ്പൂരിലെ ഈ കടന്റെ പേരെന്താ? ഗായത്രി ഹോട്ടലിലാണ്. നല്ല ഭക്ഷണം കേട്ടോ. നമ്മളിതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അന്നൊരു പരന്ന മീൻ തന്നെ ഇട്ടു. പരന്ന മീൻ നീളം കൊണ്ടിട്ടോ. വാവ് ചോറ് സാമ്പാർ മീൻകറി വേണ്ട. മീൻകറി ഇതെന്താ മേക്ക് വരട്ടി? അങ്ങനെ അടിപൊളി. എന്ത് സൂപ്പറാ. നല്ലൊരു പീസ് മീൻ, ചെറിയൊരു പപ്പടത്തിൻ്റെ പുട്ട്, കുറച്ച് കാബേജ്, കുറച്ച് ഉപ്പേരി, കുറച്ച് കുറച്ച് അച്ചാർ, കുറച്ച് മീൻ കറി ഇങ്ങനെ കൂട്ടിയാണ് ഇങ്ങനെ കുഴച്ചുകൊണ്ട് ഇതെന്നാ അച്ഛ തിന്നാ ബൗലും തിന്നാ ഞാൻ അവിടെ കുഴച്ചു. ഇത് തിന്നാ മതി. ഞാൻ അവിടെ കുറേ നേരം വിട്ടു. ഒരു ചെറിയൊരു മീനിൻ്റെ പീസ് ഇതിൽ വെച്ചിട്ട് പപ്പടത്തിന് കൂട്ടെടുത്തിട്ട് മുളക് തിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ എരിയും. ഇത് പാടെ കൂട്ടിട്ട് അടിപൊളി. പക്ഷെ മോര രസം ഉണ്ടോ? ബീഫ് കുറേ നേരം ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാം. എന്താ പായസം? രസമുണ്ട്, നല്ല രസം. ഇനി കൈ കിടന്നിട്ട് കാണാം.
നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ നാട്ടിൽ പോകും. അങ്ങനെ നമ്മൾ വീട്ടിലെ പായസം കുടിക്കാൻ വേണ്ടി വന്നാണ്. വീട്ടിലെ പായസം ഒക്കെ 20. എന്നാൽ ഏതൊരു വീട്ടിൽ നിന്ന് ഇതിലേത് വീട്ടിൽ പാടേരി മറ്റോടത്ത് 30 അവിടെ 20 ഉള്ളൂ. നല്ല സമയം നല്ല പായസം. എനിക്ക് പായസം വേണ്ടേ? അവരോട് എന്നാല് പായസം വേണ്ടേ? ആ പായസം അടിപൊളി. ആ സെക്ഷനിലേ പോയിട്ട് പറയും. അപ്പോൾ നമ്മൾ പായസം വാങ്ങി പായസം കുടിച്ച് നേരെ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അച്ഛാ